അതെ. 'ബിഗ് ബോസ്' മലയാളം സീസൺ 7-ലെ ഏറ്റവും ശക്തരായ മത്സരാർത്ഥികളിൽ ഒരാളാണ് സീരിയൽ താരം അനുമോൾ. എന്നാൽ ഹൗസിലുള്ള സഹമത്സരാർത്ഥികൾക്കെല്ലാം അനുവിന് എതിരുമാണ്. ജിസയിലുമായുള്ള മേക്കപ്പ് ഇഷ്യൂവിലും അപ്പാനി ശരത്തും അക്ബറുമായുള്ള വഴക്കുമെല്ലാമാണ് കാരണവും. മാത്രമല്ല ഹൗസിലെ ആണുങ്ങൾക്കെല്ലാം മൊണ്ണകളാണെന്ന് അനു പറയുന്ന വീഡിയോ കൂടി ഹൗസ് വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാൽ പ്ലേ ചെയ്തതോടെ അനുവിനോടുള്ള ആരും സൗഹൃദം പുലർത്താതെയുമായി. പെട്ടെന്ന് ദേഷ്യവും വിഷമവും വരുന്ന സ്വഭാവക്കാരിയാണ് അനു. അത് ട്രിഗർ ചെയ്യുന്ന കൂടിയാണ് മറ്റ് മത്സരാർത്ഥികളുടെ ഗെയിം കളിക്കുന്നത്. അനുവിന് ഹൗസിൽ സൗഹൃദമുള്ള ഒരേയൊരാൾ ശൈത്യയാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം ശൈത്യയും അനുവിനെ തള്ളിപ്പറഞ്ഞു. ഹൗസിലെ പുരുഷന്മാരായ മത്സരാർത്ഥികളെ മൊണ്ണകൾ എന്ന് അനു വിശേഷിച്ചപ്പോൾ സമീപത്ത് ശൈത്യയും ഉണ്ടായിരുന്നു. മാത്രമല്ല അനുവിൻ്റെ അഭിപ്രായത്തെ അനുകൂലിക്കുന്നത് പോലെയാണ് സംസാരിച്ചതും. എന്നാൽ വീക്കെൻഡ് എപ്പിസോഡിൽ അവസാനിച്ചപ്പോൾ ഇമേജ് തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി അനുവിനെ ശൈത്യ പിന്നിൽ നിന്ന് കുത്തി. അനു പറയുന്നതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ലെന്നാണ് വിഷയത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ബിന്നിയും കൂട്ടരും ശൈത്യയോട് പറഞ്ഞത്. ജിസയിൽ അനു വഴക്ക് പുറത്ത് ചർച്ചയായിട്ടുണ്ടെന്നും അനുവിന് പ്രേക്ഷകർക്കിടയിൽ നെഗറ്റീവ് ഇമേജാണെന്നും കരുതിയാണ് ഷൈത്ത ഉറ്റ സുഹൃത്തിനെ തള്ളിപ്പറഞ്ഞതെന്ന് പ്രേക്ഷകരുടെ പ്രതികരണം. എലിമിനേഷന്റെ വക്കിൽ നിന്നുമാണ് ഷൈത്ത തിരികെ ഹൗസിലേക്ക് എത്തിയത്. നോ എവിഷൻ കാർഡ് മോഹൻലാൽ കാണിക്കുന്നത് വരെ പ്രേക്ഷകരടക്കം എല്ലാവരും ഷൈത്യയെ പുറത്താക്കുമെന്നാണ് കരുതിയത്. രണ്ടാഴ്ച ഹൗസിൽ ഷൈത്യ കാര്യമായി ഒന്നും ചെയ്യാനില്ലെന്ന പ്രേക്ഷകരുടെ പ്രതികരണങ്ങളും. എന്നിട്ടും ഷൈത്യ മൂന്നാം ആഴ്ചയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് അനുമോൾ ഫാൻസ് നൽകിയ വോട്ടുകൾ കൊണ്ടാണെന്നുള്ള കമന്റുകളുമുണ്ട്. ഷൈത്യ സേവായി എന്നറിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ആളും അനുമോളായിരുന്നു. എൻ്റെ കൂടെ നടക്കരുത്, മറ്റുള്ളവർ നിന്നെ ഉപദേശിച്ചാൽ അത് നീ കേട്ടോളൂ, നീ നല്ല ആക്റ്റീവായി നിൽക്കണം, നീ എല്ലാവരുമായി മിണ്ടിക്കോളൂ, പക്ഷേ എന്നോട് ഒരിക്കലും അവരോട് സംസാരിക്കരുത്, ഇവരോട് സംസാരിക്കരുതെന്ന് പറയരുത്. ചില ആളുകൾ സംസാരിച്ച വാക്ക് എനിക്ക് വല്ലാതെ കൊണ്ടു. പെട്ടെന്നത് മറക്കാനോ അഭിനയിച്ചു നിൽക്കാനോ എനിക്ക് പറ്റില്ല. കുറേ സ്നേഹം തന്നിട്ട് പിന്നെ ദുഃഖം തരുന്നവരാണ് ഇവിടെ പലരും. അതുകൊണ്ട് അവർ ചെയ്തത് മറന്ന് പെട്ടെന്ന് മിണ്ടി അഭിനയിക്കാൻ എനിക്ക് പറ്റില്ല. സൂപ്പിക്കാനും എനിക്ക് പറ്റില്ലെന്നാണ് ശൈത്യയോട് അനുമോൾ പറഞ്ഞത്. പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കാൻ അനുവിനോട് കുറേ ഞാൻ പറഞ്ഞു. പക്ഷേ അവൾ ഒരേ സ്റ്റാൻഡിൽ തന്നെ നിൽക്കുകയാണ്. അനുവിനൊപ്പം മാത്രം ഇരിക്കരുതെന്ന് ലാലേട്ടൻ സംസാരിക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് തോന്നി. അതുപോലെ ജിസേലിൻ്റെ ഫൗണ്ടേഷൻ്റെ കാര്യം അനു പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. മൊണ്ണകൾ എന്ന് അനു പറഞ്ഞപ്പോൾ ഞാൻ അനു പറയുന്നതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. അവൾ അതിനു മുമ്പ് തന്നെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ കേൾക്കുന്നത് പോലും ഇല്ലായിരുന്നു. നീ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഇനി ഇങ്ങനെയൊന്നും പറയരുതെന്ന് ഞാൻ അനുവിനോട് പറഞ്ഞു. ബോയ് ഫ്രണ്ട് ആണെന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ എങ്ങനെയോ ആ വീഡിയോയിൽ പെട്ടുപോയതാണെന്നും ശൈത്യ സ്വന്തം ഭാഗം ന്യായീകരിച്ച് ജിസലിനോടും സരികയോടും ബിന്നിയോടും പറഞ്ഞത്. ശൈത്യയോടുള്ള ഡബിൾ സ്റ്റാൻഡും പ്രേക്ഷകർക്കിടയിൽ ചർച്ചയായി മാറുന്നുണ്ട്.